പരവതാനി വിരിക്കാത്തതിനാൽ കാറിൽ നിന്ന് ഇറങ്ങാതെ മന്ത്രി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയാണ് ആലപ്പുഴ ബീച്ചിൽ നടന്ന കുടുംബശ്രീ സംസ്ഥാന വിപണന മേളയിൽ പരവതാനി വിരിക്കാത്തതിനെ തുടർന്ന് കാറിൽ നിന്ന് ഇറങ്ങാതിരുന്നത്. മന്ത്രിയുടെ നീരസം മനസ്സിലായ സംഘാടകർ ഉടൻ തന്നെ പരവതാനി വിരിച്ച് മന്ത്രിയെ വേദിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. വിവരങ്ങളുമായ സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷെ, നമ്മുടെ മന്ത്രി KM ഷാജി അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് പിറകെ നടക്കുകയാണോ എന്നാണ് എനിക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തോന്നിപ്പോയത്. കാരണം സുൽത്താൻമാരുടെയും രാജവാഴ്ചയുടെയും ഒക്കെ കാലം കഴിഞ്ഞു. ഇത് ജനാധിപത്യം നടക്കുന്ന കാലമാണ്. ജനങ്ങൾ വോട്ട് കൊടുത്താണ് ഇവരെയൊക്കെ അധികാരത്തിലിരുന്നത്. അപ്പോൾ പരവതാനി ഇല്ലെങ്കിൽ താൻ പുറത്തിറങ്ങില്ല എന്നാണോ ഷാജിയുടെ നിലപാട്? എന്താണ് അവിടെ നിന്ന് ലഭ്യമായ വിവരങ്ങൾ? ഒടുവിൽ മന്ത്രിയെ എങ്ങനെയാണ് ഈ സംഘാടകർക്ക് അനുനയിപ്പിക്കേണ്ടി വന്നത്? അശ്വതി, ഇത് ആലപ്പുഴ ബീച്ചിൽ കുടുംബശ്രീയുടെ ഓണം വിപണന മേളയുടെ ജില്ലാതല ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി KM ഷാജി ആലപ്പുഴയിൽ എത്തിയത്. അത് ആലപ്പുഴ ബീച്ചിന് സമീപത്തായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ അവിടേക്ക് പോകാൻ ഈ കാറ് നിർത്തുന്നിടത്തു നിന്നും ഈ വേദിയിലേക്ക് എത്തണമെങ്കിൽ ഏതാണ്ട് 100 മീറ്ററിലധികം നടന്നു പോകണം. അത് ഈ മണലാണ്, കടൽ മണ്ണിന് മുകളിലൂടെ വേണം നടന്നു പോകാൻ. അതിന് തയ്യാറാവാതെയാണ് ഏതാണ്ട് അരമണിക്കൂർ നേരം മന്ത്രി കാറിൽ അതിനു വേണ്ടി കാത്തിരുന്നു. പിന്നീട് പരവതാനി വിരിച്ചതിന് ശേഷമാണ് നടന്നുപോയത്. കയറിൻ്റെ പരവതാനി ഈ ദൂരം അത്രയും വിരിച്ച് വേദിയിലേക്ക് എത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കിയ ശേഷമാണ് മന്ത്രി കാറിൽ നിന്ന് ഇറങ്ങിയത്. ഈ രീതിയിലായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഇത് വലിയ രീതിയിലുള്ള ഒരു പരാതിക്ക് ഇടയാക്കിയിട്ടുണ്ട്. കാരണം ഇതിലും വലിയ സംവിധാനത്തിൽ ജീവിക്കുന്നവർ പോലും ആലപ്പുഴ ബീച്ചിൽ വൈകിട്ടെത്തി അവരുടെ ജീവിതം ആസ്വദിക്കുന്നതിൻ്റെ ഭാഗമായി കടലോരത്തൂടി നടക്കുന്നതാണ്. എന്നാൽ ഇദ്ദേഹം ഷൂസ് അണിഞ്ഞിട്ടുണ്ട്. ആ ഷൂസ് വിട്ട് ഇതുവഴി നടക്കുന്നതിന് എന്തോ പ്രയാസം എന്ന രീതിയിലായിരുന്നു പ്രതികരണം എന്നതാണ് അറിഞ്ഞത്. എന്തുതന്നെയായാലും KM ഷാജി പിന്നീട് ഈ മന്ത്രിവണ്ടിയിൽ നിന്നും ഇറങ്ങിയത് ഇത്തരത്തിൽ പരവതാനി ഒരുക്കിയതിന് ശേഷം മാത്രമായിരുന്നു. അതിനുവേണ്ടി അരമണിക്കൂർ കാത്തിരുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അശ്വതി, തീർച്ചയായും സിംപ്ലിസിറ്റിയുടെ ഉദാത്ത മാതൃകയാണ് മുസ്ലിം ലീഗ് നേതാക്കളെന്നാണ് എപ്പോഴും പറയാറുള്ളത്. പക്ഷേ മന്ത്രിയുടെ സിംപ്ലിസിറ്റി അല്പം കൂടി പോയി. പരവതാനി വിരിച്ചാൽ മാത്രമേ താൻ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ. ഒപ്പം ഈ പരവതാനി വിരിക്കാത്തതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി കാറിൽ കാത്തിരുന്നത് അരമണിക്കൂറോളമാണ്. എന്തായാലും പരവതാനി വിരിച്ചു, സംഘാടകർ എവിടേക്കോ പോയി ഒപ്പിച്ച് പരവതാനി വിരിച്ചു. മന്ത്രിയെ ആനയിച്ചുകൊണ്ടാണ് വേദിയിലേക്ക് എത്തിയത്. എന്തായാലും ഇങ്ങനെയുള്ള നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടണം. മന്ത്രിയുടെ നീരസമൊക്കെ ഈ സംഘാടകർ മനസ്സിലാക്കിക്കൊണ്ടാണ് മന്ത്രിയെ വേദിയിലേക്ക് എത്തിച്ചത്. എന്തായാലും സംഘാടകരുടെ ഒരു ഗതികേട് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുധീഷ് ഗോപാൽ.